സഹോദരങ്ങളെ, പോർണോഗ്രഫി എന്നത് നമ്മുടെ ആധുനിക സമൂഹത്തിൽ അതിവേഗം പടരുന്ന ഒരു തിന്മയാണ്. കുഞ്ഞുങ്ങളും ഇന്ന് ഇതിൻ്റെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വിരൽത്തുമ്പിലുള്ള തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് പാപവും നമ്മളെ മാടി വിളിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അധപതിച്ചു കഴിഞ്ഞു. ഇത് ക്രിസ്തീയ മൂല്യങ്ങൾക്കും വിശുദ്ധിക്കും എതിരാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ലൈംഗികത എന്നത് വിവാഹബന്ധത്തിലെ വിശുദ്ധമായ കൂട്ടായ്മയ്ക്കും സ്നേഹപ്രകടനത്തിനും മാത്രം വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ പോർണോഗ്രഫി ഈ വിശുദ്ധിയെ ദുരുപയോഗം ചെയ്യുകയും മനുഷ്യൻ്റെ അന്തസ്സിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതൊരു ചെറിയ പാപമല്ല, മറിച്ച് ഗുരുതരമായ പാപമാണ്, ഗ്രേവ് സിൻ. എന്നാൽ ഇത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളെ കേവലം ലൈംഗിക ഉപകരണങ്ങളായി മാത്രം കാണാൻ പ്രേരിപ്പിക്കുന്നു. ഇത് ഉപയോക്താവിനെ ആസക്തിയിലേക്ക് നയിക്കുകയും യഥാർത്ഥ സ്നേഹബന്ധങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിയണം. ഇത് മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പോർണോഗ്രഫിയുടെ ഭവിഷ്യത്തുകൾ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും വളരെ വലുതാണ്. ഇത് കുടുംബജീവിതത്തിലെ വിശ്വസ്തതയും സുതാര്യതയും നശിപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ചയും സംശയരോഗവും വളർത്തുന്നു. ഇത് കാണുന്ന വ്യക്തിയുടെ ചിന്തകളെയും വികാരങ്ങളെയും മലിനമാക്കുകയും ആത്മീയ ജീവിതത്തെ പാടെ തകർക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്നാണ്. 1 കൊരിന്ത്യർ 6:19. ഈ ആലയം അശുദ്ധമാക്കാൻ നമുക്ക് അവകാശമില്ല, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുക്രിസ്തു പറഞ്ഞു, മോഹത്തോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അതുപോലെ മോഹത്തോടെ പുരുഷനെ നോക്കുന്നവൾ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. മത്തായി 5:28. അതേപോലെ തന്നെ മോശമായിട്ടുള്ള വസ്ത്രധാരണം വഴി മറ്റുള്ളവരെ പാപപ്രേരണയിലേക്ക് നയിക്കുമ്പോൾ അത് വ്യഭിചാരമായി മാറുന്നു. ഈ വചനങ്ങൾ പോർണോഗ്രഫിയുടെ പാപകരമായ അവസ്ഥയെ വ്യക്തമാക്കുന്നു. ഈ തിന്മയിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ദൈവകൃപ ആവശ്യമാണ്. പാപബോധത്തോടെ പശ്ചാത്തപിക്കുകയും കുമ്പസാരത്തിലൂടെ ദൈവത്തോട് ഇന്ന് തന്നെ ക്ഷമ ചോദിക്കുകയും ചെയ്യാം. നിരന്തരമായ പ്രാർത്ഥന, കൂദാശകളുടെ സ്വീകരണം, ദൈവവചനത്തിലുള്ള അറിവ് എന്നിവ നമ്മെ ശക്തിപ്പെടുത്തും. നമ്മുടെ കണ്ണുകളെയും മനസ്സിനെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോ നിമിഷവും പരിശ്രമിക്കാം. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും യഥാർത്ഥ സ്നേഹത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാനും ഈ ആത്മീയ യാത്ര നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ തിന്മയെ ചെറുത്ത് നമുക്ക് തോൽപ്പിക്കാം. കാഴ്ചയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. ദൈവം തന്ന കണ്ണ് ദൈവത്തിന് വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ മാത്രം ഉപയോഗിക്കാം.